ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആയിട്ടില്ല എൻ്റെ ഗുഡ് മോർണിംഗ്. നമുക്കിന്നുണ്ടല്ല വിഷു എല്ലാം അടുത്തടുത്ത് വരൂലെന്ന് കുറച്ച് നൈറ്റ് തുണി മണിക്ക് അയച്ചേ ദമ്മ കഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് തുണിയായാലും കുറേ നാളെ ഗീതച്ച് അടിച്ചിട്ടേ ഇല്ലാട്ടാ. എനിക്ക് നടുവേദനയിലായതുകൊണ്ട് എപ്പം വേദന വേദന പറയുന്നതുകൊണ്ട് ഇവർ അച്ഛനും മോനും പറഞ്ഞു നിങ്ങൾ തുണി അടിക്കുകയേ ചെയ്യണ്ടെന്ന്. അപ്പൊ സന്ധ്യക്ക് കുറഞ്ഞില്ലേ നമുക്ക് എടിക്ക് പോകണമെങ്കിൽ ഇവരെ കാലും കൈ പിടിക്കണ്ടേ. അതുകൊണ്ട് ലേശ തുണി എടുത്ത കൈ വെച്ചേ. ഈ ചുറ്റുവട്ടത്തിലെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ കുറേ നാളായി പറഞ്ഞു നൈറ്റ് മണിക്ക് ഗീതേ നൈറ്റ് മണിക്ക് ഗീതേ. അന്നേരം അവരെ ഞാൻ കേൾക്കണ്ടേ. പ്രത്യേകിച്ച് പുളിമറമ്പിലെ ബേബിച്ചിലെ കുറേ ആയി പറഞ്ഞു നീ പഴയതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നേരൊക്കെ അടിച്ചതാന്ന്. എന്നാൽ പിന്നെ നമുക്ക് ഓരോന്ന് കണ്ടല്ലോ. ഇന്നലെ ശിവശക്തി പോയിട്ട് എന്നിട്ടാ നൈറ്റ് തുണി മേടിച്ചിട്ട് ശിവശക്തി ഇപ്പൊ നമുക്ക് ഒരുപാട് ആളുണ്ടാവും എന്നെ അറിയുന്നവര്. സെൽഫിയിലെടുത്ത് തരില്ല എൻ്റെ ഒന്നിച്ച് ഒരു കുഞ്ഞു മോളല്ലോ. നമുക്ക് മാക്സി തുണി നോക്കേ. കുറച്ച് ആൾക്കാർ ആവശ്യപ്രകാരം എടുത്തിയാന്ന് ഗീതച്ച അതേ പറഞ്ഞോട്ടാ. എല്ലാവർക്കും വേണ്ടുന്നത് ചുങ്കിടിയാന്ന്. ചുങ്കിടി ഈ ചുങ്കിടി നൈറ്റ് തുണി ഉണ്ടല്ലോ പിന്നെ ഒത്തിരി കാലം ഉപയോഗിക്കാം. ഒരു വർഷം എന്തായാലും നമുക്ക് ചവിട്ടി ഉപയോഗിക്കാം. കാരണം അങ്ങനെ കളർ പോലെ ആദ്യം അലക്കുമ്പോൾ ചെറിയ കളർ പോകും, പിന്നെ അതിന്റെ കളറൊന്നും പോലെ കേട്ടോ. ഇതിനാണ് ആവശ്യക്കാർ അധികം. ചുങ്കിടിക്ക് റേറ്റും കൂടുതലാണ് കേട്ടോ. റേറ്റിന്റെ കാര്യം പറഞ്ഞാല് പിന്നെ ശരിക്കും നഷ്ടമാണ്. നെയ്റ്റി കച്ചവടം ചെയ്യുന്നവർക്ക് വീട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നവർക്ക് അറിയാം നെയ്റ്റി കച്ചവടം ഭയങ്കര നഷ്ടത്തിലാണ്. നമുക്ക് ഈ ചുങ്കടിക്കെല്ലാം നല്ല റേറ്റ് ഉണ്ട്. ആ റേറ്റ് പ്രകാരം നമുക്ക് അടിച്ചിട്ട് വില നമുക്ക് കുറച്ച് ഒരു 300-350 റുപ്യയിലാവും. ആ വില നമുക്ക് വാങ്ങാൻ കഴിയില്ല. അത് കിട്ടുന്നില്ല. എങ്ങനെയുണ്ട് തുണിയെല്ലാം എങ്ങനെയുണ്ട് കണ്ടില്ലേ. ഇതെല്ലാം ഉണ്ടല്ലോ അത്രയും കാലം ഉപയോഗിക്കാം. 3/4 ചുങ്കടിയാ മേടിച്ചിനെ. ഇത് ഒരേപോലത്തെല്ലാം കുറേ ഉണ്ട് കേട്ടാ. ഇതെല്ലാം നല്ല രസമില്ലേ. റെഡിനെല്ലാം ഒരുപാട് ആവശ്യക്കാരുണ്ട്. ഇതൊരു പിങ്കാണ്. ഇത് ഇങ്ങനെ ഉണ്ടാവും ഇതിന്റെ ഷെയ്ഡ് കണ്ടില്ലേ. ഒന്ന് ഇത് വെച്ച് കാണിച്ചേ. ഇങ്ങനെ കണ്ടില്ലേ. ഇത് കൈക്ക് വരും. നല്ല രസമില്ലേ. അങ്ങനത്തെ ഒരുപാട് ഇതെല്ലാം ചുങ്കിടിയാണ്. ആരും ചോദിച്ചൊക്കെയല്ലേ ഇത് ചൊടി നൈറ്റ് തുണി വേണമെന്ന്. കാരണം ഇപ്പൊ സെയിൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ നമ്മളെ ചുറ്റുപാടിലെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അടിച്ചു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോ സാധിക്കും ഗീതച്ചൊക്കെ ഒരു ഓൺലൈനായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അതിപ്പോ അല്ല, കുറച്ച് കഴിയട്ടെ. ആരോഗ്യസ്ഥിതിയിലൊന്നും മെച്ചപ്പെട്ടേ കണ്ട. ഇതെല്ലാം സെയിം കളറാണ്. ഇതൊരു ഓറഞ്ചാണ് ഉണ്ടല്ലേ. റെഡ്, നല്ല റെഡ്. ഇത് സാധാരണ തുണിയാണ് കേട്ടോ. ഞാൻ ഈ മറ്റേ എന്താ പറയണ്ട വർദ്ധമാൻ, ശൈലജ, പിന്നെ കുറച്ച് തുണിയുണ്ട് ഓർമ്മയില്ല കമ്പനി. ഇങ്ങനെയല്ലാന്ന് വാങ്ങല കേട്ടാ. ഇതെല്ലാം ഇപ്പൊ അജിരക്കിൻ്റെതാണ് പോകുന്നത്. അജിരക്കിന്റെ പ്രിന്റ്. പക്ഷെ പ്രിന്റ് ഇടയത്തിൽ ആരും വാങ്ങൂല. പ്രിന്റ് അലക്കുമ്പോൾ കളർ പോകുന്നാന്ന് എല്ലാവർക്കും പേടി. പിന്നെ മാക്സി തുണിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ല കേട്ടാ. പിന്നെ അതെല്ലാം വെറുതെ ആണ്. ചിലത് കളർ പോവും, ചിലത് ചുരുങ്ങിപ്പോവും. പിന്നെ അവരെല്ലാം അടിച്ചു കൊടുത്തിട്ട് എന്നെ വന്നിട്ട് ചീത്തയും പറയും ഗീത ചുരുങ്ങിപ്പോയി, കളർ പോയി. ഇതൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് അലക്കി നോക്കിയിട്ട് വാങ്ങാൻ കഴിയല്ലേ. കണ്ടില്ലേ. ഇതെല്ലാം ഒരുപാട് പ്രാവശ്യം ഞാൻ അടിച്ചു കൊടുത്തതാണ്. ഒരുപാടൊക്കെ അത്ര കാലം ഉപയോഗിച്ചാലും ഇതൊന്നും പോവില്ല. നല്ലതാണ് ചുങ്കിടി കളർ മുക്കിയിട്ട് എടുക്കുന്ന തുണിയായതുകൊണ്ട് ആദ്യത്തെ അലക്കിന് കളർ പോകും. ഇത് സാധാരണ കേട്ടാ. ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് ഇട്ടല്ലേ. കണ്ടില്ലേ. നമ്മളിങ്ങനെ പാത്രമെല്ലാം കഴുകിയിട്ട് ഇങ്ങനെ ഉരക്കലല്ല. എല്ലാവരും അങ്ങനെ ഉരക്കുമ്പോൾ വണ്ണായ കാണൂല. ആർക്കും ലൈറ്റ് കളർ വേണ്ട. അതുകൊണ്ട് ഞാൻ ലൈറ്റ് കളർ എടുത്തിട്ടില്ല കേട്ടാ. നല്ല സാധാരണ പീസാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടാ. പിന്നെ വിഷുവിനൊരു ചെറിയ തിരക്കുണ്ടാവും സീസൺ സമയത്ത്. ഓണം വിഷു എല്ലാം കണ്ടില്ലേ. പച്ച, ഇതിൻ്റെ തന്നെ പച്ച, ഒരു നല്ല പിന്നെ നേവി ബ്ലൂ. ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ മാക്സി അടിച്ചിട്ടിട്ടാൽ. ചുരിദാറിൻ്റെ ടോപ്പായിട്ടും പോകും കേട്ടോ. അധിക തുണി കുറേ തുണി ചുരിദാറിൻ്റെ ടോപ്പായിട്ട് പോകും. പിന്നെ എല്ലാവർക്കും ഈ പിന്നെ ഡെയിലി എല്ലാം ജോലിക്ക് പോകുന്നവർക്കെല്ലാം ചുരിദാറിൻ്റെ ടോപ്പായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ തുണി കണ്ടില്ലേ. ഏതെങ്കിലും ഒരു പിന്നെ കോമൺ ആയിട്ടൊരു പെയിൻറ്റ് വൈറ്റോ പിന്നെ ബ്ലാക്കെല്ലാം ഉണ്ടെങ്കിൽ എന്താ നല്ല രസമില്ല ഇതെല്ലാം കാണാൻ. കണ്ടില്ലേ. നിർക്കുമ്പോൾ സമയം പോകും. നിങ്ങൾക്കൊന്നും മനസ്സിലാവും ചെയ്യില്ല. എന്താ ഒരു നല്ലൊരു റെഡ് ഉണ്ടല്ലേ. ഇത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇത് അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. കാണിച്ചു തരാം ഇത് വെച്ചേ. ബോറടിക്കുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ. നല്ല രസമില്ലേ. ലൈനിങ്ങനെ സൈഡ് വന്നിട്ട് രസമില്ലേ. ഇവിടെ ഒരു ഡിസൈനെല്ലാം വെച്ച് കൊടുത്താല് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. അതിൽ വെറൈറ്റി വേറൊരു കളറ്. പിന്നെ കോട്ടൺ ഇല്ലാത്ത വേറൊരു കളറും കൂടിയുണ്ട്. ഇത് റയോൺ ആണ്. ഇത് നൈറ്റ് തുണി തന്നെയാണ് കേട്ടാ. പിന്നെ കുറച്ച് റേറ്റ് അധികം ഉണ്ടേ. ഇതൊരു 200 റുപ്യ ഉണ്ടാവും തുണിക്ക്. പിന്നെ നല്ല രസമില്ല, നല്ല സോഫ്റ്റ് ആണ്. നൈറ്റ് അടിക്കാൻ പറ്റി കുറേ കാലം ഈട് നിൽക്കുന്ന അവർ പറഞ്ഞു കേട്ടാ. ഇത് നൈറ്റിക്ക് പോയിട്ടില്ലെങ്കിലും ഈ ചുരിദാറിന്റെ ടോപ്പിന് നല്ലതാ കണ്ടില്ലേ. നല്ല ഒരു സുഖമാണ്. അതിൻ്റെ വയലറ്റും ഒരു ബ്രൗണും. ഇത് ഞാൻ എനക്കെന്നെ ഒരു ടോപ്പ് അടിക്കാൻ വെച്ചിട്ടാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കണ്ടില്ലേ. നല്ല രസമില്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ നൈറ്റി തുണിയല്ല. പിന്നെ 2 അജിരക്കിൻ്റെതാ
കോട്ടന്റെ ടോപ്പിന് തുണി ഞാൻ എടുത്തിന് കേട്ടാ. 100 ഉറുപ്പ്യയില് മീറ്ററിന്. പിന്നെ നല്ല തുണി. എനിക്ക് അജ്രക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചൂട് കാലത്ത് ഉള്ളതെല്ലാം സിൽക്ക് പോലത്തെ ചുരിദാറാണ്. ഞാൻ അതെല്ലാം ഇട്ടിട്ട് നമുക്ക് മരണ ചൂടാണ്. കോട്ടൺ ആകുമ്പോൾ നല്ല സുഖമല്ലേ, കോട്ടൻ്റെ ലൈനിങ്ങും കൂടി വെച്ചാൽ. ഇഷ്ടപ്പെട്ടിനാ. ഇതെല്ലാം ഗീതേച്ചിയുടെ മാക്സി വിശേഷം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വീടുകളിൽ നിന്ന് മാക്സി അടിച്ചു കൊടുക്കുന്നത് വലിയ നഷ്ടമാണ് കേട്ടാ. പക്ഷെ നമ്മൾ തമ്മിലൊരു സ്നേഹത്തിന്റെ പുറത്താണ്. പിന്നെ കുറച്ച് വില കൂട്ടി പറഞ്ഞാൽ തന്നെ അവർക്ക് സങ്കടം. ഗീതേ പിന്നെ കുറച്ച് വില കുറക്കണേന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. കാരണം എൻ്റെ ഒരു പെരുമാറ്റം വെച്ചിട്ട് എനിക്ക് ആരോടും ഷാർപ്പായിട്ടൊന്നും പറയാൻ കഴിയില്ല കേട്ടാ. ആദ്യം തന്നെ ഭയങ്കര സ്നേഹം, ഇവനൊന്നും പറയാൻ കഴിയില്ല. ഇവന് നമ്മളെപ്പോൾ കാണുന്നില്ലേ, ഒരു 10 ഉറുപ്പ്യ ഒരു 20 ഉറുപ്പ്യ അധികം കിട്ടി വിചാരിച്ചിട്ട് നമുക്കൊന്നും നടാനൊന്നുമില്ലല്ലോ. അന്നേരം ആ സ്നേഹത്തിന്റെ പുറത്ത് പിന്നെ മുടക്ക് മുതൽ കിട്ടും മാക്സി അടിച്ചാൽ. അല്ലാണ്ട് ഒരുപാട് ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ പണിക്കെല്ലാം പോകുന്നവർ. അവർക്ക് പിന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതില്ലെങ്കിൽ ഞാൻ ഇതിപ്പം വാങ്ങൂല. കാരണം ബുദ്ധിമുട്ടാണ് എനിക്ക് നടുവേനില്ല. ഇതെല്ലാം അടിച്ചും കൊടുക്കണ്ടല്ലോ പിന്നെ വിഷുവിനടക്ക്. എന്നാലും സാരമില്ല അല്ലേ. പിന്നെ ഗീതച്ച ആലോചിക്കുന്നുണ്ട് ഭാവിയിൽ ഒരു ഓൺലൈൻ ബിസിനസ് എല്ലാം തുടങ്ങാനായിട്ട്. നിങ്ങളെ സപ്പോർട്ടെല്ലാം വേണം. എന്നാൽ ഇതെല്ലാം ഞാൻ ഇപ്പം തൽക്കാലം ഓരോരാൾക്കായിട്ട് കൊടുക്കണം. അത്ര എല്ലാം കൊടുത്ത് അടിച്ചിട്ടെല്ലാം കൊടുക്കുക. അടിച്ചിട്ട് കാണിക്കും കേട്ടോ ഓരോ മോഡൽ നിങ്ങളെ. എന്നാലും ഗീതച്ച് പിന്നെയും വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.